ഇനി കൊല്ലത്തേക്കാണ്. കുന്നിക്കോട് 7 വയസ്സുകാരി പേവിഷബാധയേറ്റു മരിച്ച സംഭവത്തിൽ ഉന്നതതല സംഘം പരിശോധന നടത്തുകയാണ്. നാഷണൽ ഡ്രഗ് കൺട്രോൾ ഓർഗനൈസേഷൻ ബോർഡാണ് കുട്ടിക്ക് ചികിത്സ ലഭ്യമാക്കിയ വിവിധ ആശുപത്രികളിൽ പരിശോധന നടത്തിയത്. തെരുവുനായയുടെ ആക്രമണത്തെ തുടർന്ന് പേവിഷബാധയേറ്റു മരിച്ച കുന്നിക്കോട് സ്വദേശിനി 7 വയസ്സുകാരി നിയ ഫൈസലിന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ വൈകിപ്പിച്ചതായും പ്രതിരോധ കുത്തിവയ്പ്പെടുത്തതിൽ പിഴവുണ്ടായതായും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പരിശോധന നടത്തിയത്. മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സംഘം പരിശോധനയ്ക്കായി എത്തിയത്. കുട്ടിക്ക് IDRV നൽകിയ വിളക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും സംഘം പരിശോധന നടത്തി. കുട്ടിക്ക് നൽകിയ വാക്സിനുകളുടെ സാമ്പിളുകൾ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു. ഇവ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയിൽ അയച്ച് ഗുണനിലവാരം പരിശോധിക്കും. കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയ തിരുവനന്തപുരം SIT ആശുപത്രിയിലും പരിശോധന നടത്തും. ചെന്നൈയിലെ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ഇൻസ്പെക്ടർ ചന്ദ്രശേഖരൻ, സോണൽ ഡ്രഗ് ഇൻസ്പെക്ടർ നജീബ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അതേസമയം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കുട്ടിക്ക് ചികിത്സ നൽകിയതിൽ പിഴവുണ്ടായിട്ടില്ലെന്നും മരുന്നുകളുടെ ഗുണനിലവാരമടക്കം പരിശോധിച്ചു വരികയാണെന്നും ആശുപത്രി സൂപ്രണ്ട് KR സുനിൽകുമാർ. ഇവിടെ ബാക്കി രേഖകൾ പരിശോധിക്കുകയും ബാക്കിയുള്ള എൻക്വയറികൾ നടത്തുകയും വെച്ച് നമ്മൾ സാധാരണ ഇമ്മ്യൂണോഗ്ലോബുലിൻ എങ്ങനെയാണോ കൊടുക്കേണ്ടത്, നമ്മുടെ ഈ ആശുപത്രിയിൽ എല്ലാ ദിവസവും ഏതാണ്ട് 10ഓളം ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്നു. 10 പേർക്കെങ്കിലും ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുന്നുണ്ട്. 60 പേർക്കെങ്കിലും വാക്സിൻ ഓരോ ദിവസവും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റി ഇരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സും ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കാൻ 100% കേപ്പബിളാണ്. അവർക്ക് നമ്മൾ വരുമ്പോഴേ അതിൻ്റെ ട്രെയിനിങ് കൊടുത്താണ് നിർത്തുന്നത്. 24 കൊട്ടാരക്കര.